ഇപ്പോൾ തിയേറ്ററിൻ്റെ കളറിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും പല കൺസെപ്റ്റ്സ് ആണല്ലേ. ഈ ഒരു തിയേറ്ററിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഈ ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ വോൾ ടു വാൾ സ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിനിമ പ്രൊജക്ടറാണ്. ക്ലൈമാക്സ് സിനിമാസ് ആണ് ഈ JBL സിന്തസിസിൻ്റെ കേരളത്തിലെ എക്സ്ക്ലൂസീവ് ഡീലർ എന്ന് പറയുന്നത്. ക്ലൈമാക്സ് സിനിമാസിൻ്റെ മറ്റൊരു തിയേറ്റർ ഷോക്കേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചൊരു കാര്യമായിരുന്നു, എന്തുകൊണ്ട് നമ്മുടെ ഡെമോ സെൻറ്റർ ഷോക്കേസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനൊരു മറുപടി ആയിട്ടാണ് ഇന്ന് നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എറണാകുളം കുണ്ടന്നൂരുള്ള നമ്മുടെ ഡെമോ സെൻറ്ററാണ്. ഈ ഒരു ഡെമോ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി JBL സിന്തസിസ് സീരീസ് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാക്കേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് JBL തന്നെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ സിന്തസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ കേരളത്തിലെ എക്സ്ക്ലൂസീവ് ഡീലറായിട്ടാണ് ക്ലൈമാക്സ് സിനിമാസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഇൻവോൾവ് സ്പീക്കർ പാക്കേജ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ LCR ആയിക്കോട്ടെ, സറൗണ്ട് ആയിക്കോട്ടെ, ഈവൻ സബ്ബൂഫർ അടക്കം നമ്മൾ കൊടുത്തിരിക്കുന്നത് സിന്തസിസ് സീരീസിൽ വരുന്ന ഇൻവോൾവ് സബ്ബൂഫറാണ്. കംപ്ലീറ്റ്ലി ഇൻവോൾവ് സ്പീക്കർ പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പീക്കേഴ്സ് ഒന്നും വിസിബിളായി കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും സ്പെക്കും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ന് ജെസ്സിയിൽ നമ്മുടെ ഒപ്പം വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി സ്പെക്കും കാര്യങ്ങളെല്ലാം ജെസ്സിയിൽ ഇന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. നമുക്കിനി ഈ തിയേറ്ററിൻ്റെ ഡിസൈനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ തിയേറ്ററിൻ്റെ കളറിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും പല കൺസെപ്റ്റ്സ് ആണല്ലേ. ഡാർക്ക് തീം വേണമെന്ന് പറയുന്നൊരു വിഭാഗം ആൾക്കാരുണ്ട്. മറ്റൊരു വിഭാഗം ആയിക്കോട്ടെ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം എന്ന് ആലോചിക്കുന്നവരുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ സൈറ്റിലെ തിയേറ്റേഴ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് കോമ്പിനേഷൻ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഡാർക്ക് ഷെയ്ഡ് പ്രിഫർ ചെയ്യുന്ന ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡ് പ്രിഫർ ചെയ്യുന്ന ലൈറ്റ് ഷെയ്ഡും നമ്മൾ പ്രിഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ ഡെമോട്ടിൽ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ലൈറ്റ് തീമാണ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്ന ഈ കാണുന്ന ഒരു ബ്രൈറ്റ് തീമാണ്. ഈ ഒരു ബ്രൈറ്റ് തീമിനെ തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാം പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വാൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സീലിങ്ങിലായിക്കോട്ടെ, ആ വാം പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് ഈ ഒരു ഡിസൈനെ കുറച്ചുകൂടെ മനോഹരമാക്കുന്നത്. അതുപോലെ തന്നെ സീലിങ്ങിൽ നമ്മൾ ഈ പറഞ്ഞ അക്രിലിക് ഷീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലർക്കുള്ള സംശയമാണ് എന്തുകൊണ്ട് റിഫ്ലക്ഷൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടലി ഈ റൂമിൻ്റെ വോളിയം ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പോയിന്റ്സും റിഫ്ലക്ഷൻ്റെ സ്ഥലത്ത് റിഫ്ലക്ഷനും അബ്സോർപ്ഷൻ പോയിന്റ്സും കൊടുത്തിട്ടാണ് ഈ കാണുന്ന ഒരു മനോഹരമായ ഒരു ഡിസൈനിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് ഒരു കംപ്ലീറ്റ്ലി നമുക്ക് തോന്നുമ്പോൾ വാളാണെന്ന് തോന്നുമെങ്കിലും ഇത് വാൾസിലല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് 4 സൈഡും ഈ പറഞ്ഞ ഫ്രണ്ട് ആയിക്കോട്ടെ സൈഡ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ ബോർഡിൽ നമ്മൾ ഡ്യുവൽ പാർട്ടീഷൻ ചെയ്ത് ഇൻസുലേഷൻ മെറ്റീരിയൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് റൂം ക്രിയേറ്റ് ചെയ്തത്. ആ റൂം ക്രിയേറ്റ് ചെയ്തതിന് പുറമെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ അക്വസ്റ്റിക് മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ടാണ് ഈ കാണുന്ന ഫാബ്രിക്കിൽ നമ്മൾ റാപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫാബ്രിക് റാപ്പിംഗ് ടെക്നോളജി തന്നെയാണ് നമ്മുടെ എല്ലാ തിയേറ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാ സൈറ്റ്സ് ആയിക്കോട്ടെ എല്ലായിടത്തും നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന സെയിം ഒരു പാറ്റേൺ തന്നെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഈ കാണുന്ന ഒരു ലൈറ്റ് തീം പ്രിഫർ ചെയ്യാൻ കാരണം. ഈ ഒരു ലൈറ്റ് തീമിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് കുറച്ച് കളർ ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് ഈ കാണുന്ന ഗ്രേ ഷെയ്ഡ്സും കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ഫ്രണ്ട് ടു ബാക്ക് വരെ നമ്മളൊരു വെർട്ടിക്കൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബാക്ക് വാൾസിൽ നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്ന ഒരു വേവ് ഷേപ്ഡ് ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അക്വസ്റ്റിക് മെറ്റീരിയൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിൽ നിന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഫുൾ വ്യൂ നമുക്ക് സ്ക്രീൻ വേണമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിൽ നമ്മുടെ റേസർ നോർമൽ ഹൈറ്റിനെക്കാട്ടും കുറച്ച് ഹൈറ്റ് കൂട്ടുകയും ശേഷം സീലിങ്ങിൻ്റെ ഹൈറ്റ് നമ്മൾ കുറച്ചെടുത്തിട്ട് നമുക്ക് വീഡിയോയിൽ എത്രമാത്രം അത് വിഷ്വൽസ് ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും 2 സൈഡ് വാൾസിലും നമ്മൾ മിക്സായി മുട്ടി നിൽക്കുന്നതാണ് നമ്മുടെ സ്ക്രീൻ. ഈ ഒരു തിയേറ്ററിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഈ ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ വോൾ ടു വാൾ സ്ക്രീൻ എന്ന് പറയുന്നത്. എലൈറ്റിൻ്റെ തന്നെ 162 ഇഞ്ച് വരുന്ന ഒരു അക്വസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് 4K സ്ക്രീനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഫുള്ളി JBL ഇംപ്ലിമെൻറ്റഡ് ഡെമോ സെൻറ്ററാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ JBL സിന്തസിസിൻ്റെ SCL6 എന്ന മോഡലാണ് വരുന്നത്. അതെന്ന് പറയുന്നത് ഒരു 4 വൂഫർ ഡ്രൈവേഴ്സും അതുപോലെ തന്നെ ഒരു ടീറ്റർ ഡ്രൈവറും വരുന്നത് വലിയൊരു മാസീവ് യൂണിറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് സറൗണ്ടായിട്ട് വരുന്നത് JBLൻ്റെ സിന്തസിസിൻ്റെ SCL7 എന്ന മോഡലാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഏതൊരാൾക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സറൗണ്ട് JBL സിന്തസിസിൻ്റെ SCL7 പോയിരിക്കുന്നത്. നമുക്ക് സാധാരണ നോക്കുകയാണെങ്കിൽ SCL7 എന്ന് പറയുന്നത് നമുക്ക് LCR ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്കിൽ 4 സറൗണ്ടായിട്ട് അതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ മേളിൽ നമ്മൾ JBL സ്റ്റുഡിയോൻ്റെ 4 അറ്റ്മോസാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ സബ്വൂഫറായിട്ട് കൊടുത്തേക്കുന്നത് JBL സിന്തസിസിൻ്റെ ആ ഒരു ലൈനപ്പിൽ തന്നെ വരുന്ന SSW2 എന്ന മോഡലാണ്. അത് ഡുവൽ 10 ഇഞ്ച് ഡ്രൈവർ വരുന്ന ഒരു യൂണിറ്റാണ്. ഒരു പാസീവ് സബ്വൂഫറാണ് അത്, കാരണം അത് ഇൻവാൾവാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആക്റ്റീവ് യൂണിറ്റ് ഒന്നും കൊടുക്കാനുള്ളൊരു സ്പേസ് ഇല്ല. നമ്മൾ സെപ്പറേറ്റ് ആംപ്ലിഫയർ വെച്ചിട്ടാണ് അത് നമ്മൾ പവർ ചെയ്യേണ്ടത്. പിന്നെ പവറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ മനുഷ്യൻ്റെ ഈ റൂമിൻ്റെ ബ്രെയിനിനെ കുറിച്ചാണ്, അതായത് AVRനെ കുറിച്ച്.
ഇതെല്ലാം പവർ ചെയ്യുന്നത് എല്ലാം ഹാർമിൻ്റെ കീഴിൽ വന്ന ബ്രാൻഡ്സാണ്. അതായത് ആർക്യാം, UK അത്യാവശ്യം റെപ്യൂട്ടഡ് ബ്രാൻഡായിട്ടുള്ളൊരു കമ്പനി തന്നെയാണ് ആർക്യാം. അതിൻ്റെ AVR11 എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് സറൗണ്ടും LCRും പവർ ചെയ്യുന്നത്. ബാക്കി 4 അറ്റ്മോസ് വരുന്നത് നമ്മൾ വേറൊരു സബ് ഓഫർ, അതായത് നമ്മുടെ AVRൽ നിന്ന് പ്രോസസ്സിംഗ് ചാനലെടുത്ത് വേറൊരു സെപ്പറേറ്റ് ആംപ്ലിഫയർ PA410 എന്ന് പറഞ്ഞ ആംപ്ലിഫയർ വഴിയാണ് 4 അറ്റ്മോസ് നമ്മൾ പവർ ചെയ്യുന്നത്. സോ AVRൻ്റെ സ്പെക്സ് പറയുകയാണെങ്കിൽ AVR11 വരുന്നത് 7 ചാനൽ ആംപ്ലിഫിക്കേഷനാണ്. അതുപോലെ തന്നെ 12 ചാനൽ പ്രോസസ്സിങ്ങും വരുന്നുണ്ട്. 12 ചാനൽ പ്രോസസ്സിങ്ങിൻ്റെ ഒപ്പം 4 ചാനൽ സബ് ഊഫറും നമ്മളൊരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1 ചാനൽ സബ് ഊഫറേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതൊരു ഡുവൽ 10 ഇഞ്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഡുവൽ 10 ഇഞ്ച് വരുന്നതുകൊണ്ട് നമുക്ക് ഈ റൂമിലേക്ക് അത് സഫിഷ്യൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ 7 ചാനൽ ആംപ്ലിഫിക്കേഷനും വരുന്നത് ക്ലാസ് AB ആണ്. ഒരു നോർമൽ നമ്മൾ ഒരു സ്പെക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു AVRൻ്റെ സ്പെക്ക് എടുത്താൽ ക്ലാസ് D ആണ് സാധാരണ കാണാറ്. ഇത് ക്ലാസ് AB എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി സൗണ്ട് നമ്മളിലേക്ക് എത്തിക്കുന്നതിന് അത് എഫിഷ്യൻ്റാണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് JBL സിന്തസിസിൻ്റെ SSW2 എന്ന സബ് ഊഫറാണെന്ന് പറഞ്ഞു. അതൊരു പാസീവ് സബ് ഊഫറാണ്. അപ്പോൾ നമുക്ക് അതിനൊരു ആംപ്ലിഫയർ വേണം. അത് എല്ലാം നമ്മൾ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഒരു സെർവർ റാക്കിലായിട്ടാണ്. തിയേറ്ററിൽ നമ്മളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാം നമ്മൾ സെർവർ റാക്കിൽ അതിൻ്റേതായ പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് ക്രൗണ്ട് 1200 വാട്ട്സ് പവർ വരുന്ന ഒരു ആംപ്ലിഫയറാണ് SSW2 ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഷബിൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും ഈ റൂമിൻ്റെ സ്ക്രീനിൻ്റെ സ്പെക്കിനെ കുറിച്ച്. ഒരു 160 ഇഞ്ച് കസ്റ്റം സ്ക്രീനാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 162, കാരണം നമുക്ക് ടോപ്പ് ടു ബോട്ടം നമ്മൾ എൻവിഷൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായി. പിന്നെ സീലിങ്ങും നമ്മൾ ഫ്ലോറും അതിനനുസരിച്ച് നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അതായത് സീലിംഗ് നമ്മൾ സ്ലോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിലെത്താൻ പാകത്തിനാണ് നമ്മളത് നിർത്തിയിട്ടുള്ളത്. സ്ക്രീനിൻ്റെ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 16:9 സ്ക്രീനാണിത്. നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ വ്യൂ കിട്ടുന്ന കാരണം നമുക്കൊരു പാനോരമിക് എഫക്റ്റ് ഉണ്ട്. നമുക്ക് 2.4:1 സ്ക്രീൻ റേഷ്യോയിലേക്ക് നമുക്ക് പോകേണ്ടി വന്നിട്ടില്ല. സോ ഈ റൂമിനനുസരിച്ച് വലിയൊരു മാസീവ് സ്ക്രീനാണ് ഇത് നമുക്ക് ഒരു വിഷ്വൽസ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് JVCൻ്റെ NC500 ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് പുതിയ പ്രൊജക്ടേഴ്സ് എല്ലാം ലേസറിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ഇവരുടെ JVCയുടെ ഒരു ലൈനപ്പിൽ പുതിയ പ്രൊഡക്റ്റാണ്. ഇതിലും ലേസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവരുടെ DALA എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ DLP അല്ലെങ്കിൽ 3LCD എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇവർക്ക് DALA ആണ് വരുന്നത്. അത് നമുക്ക് കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ 2000 ലൂമൻസാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത്. അത്യാവശ്യം നമുക്കിപ്പോൾ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ എന്താ നടക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിനിമ പ്രൊജക്ടറാണ്. എന്ന് വെച്ചാൽ JVCയുടെയും സോണീൻ്റെയും ബെൻക്യൂടെ എല്ലാം സിനിമ പ്രൊജക്ടർ റേഞ്ചിലേക്ക് വരുമ്പോൾ എല്ലാം ഒരു ഡാർക്ക് ലിറ്റ് എൻവയോൺമെൻറ്റിലാണ് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ വെല്ലിറ്റായിട്ടുള്ള ഏരിയയിലൊന്നും അധികം പെർഫോം ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഈ പ്രൊജക്ടർ അത്യാവശ്യം നമുക്ക് ഈ ഒരു ആംബിയൻ ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താ സ്ക്രീനിൽ നടക്കുന്നതെന്നുള്ളത്. അതൊരു സ്പെക്കായിട്ട് പറയുന്നതല്ല, നമുക്കെപ്പോഴും ഡാർക്ക് ലൈറ്റിലാണ് നമുക്ക് സിനിമ നമ്മളെപ്പോഴും എൻജോയ് ചെയ്യേണ്ടത്. ആ ഒരു ഡാർക്ക് ലൈറ്റ് എൻവയോൺമെൻറ്റിൽ ഇതിന് ഏകദേശം നമ്മൾ TV കാണുന്ന ആ ഒരു കോൺട്രാസ്റ്റ് റേഷ്യോ, ഒരു ബ്ലാക്ക് ലെവൽ നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് native 4K ആണ്. native 4K എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു 4Kനേക്കാളും കുറച്ചും കൂടി പിക്സൽ ഡെൻസിറ്റി ഇതിന് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് 300 ഇഞ്ച് വരെ നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ ഈസി ആയിട്ട് ഇതിന് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഏതൊരു ഹോം തിയേറ്റർ നമ്മൾ ചെയ്യുമ്പോഴും എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമുക്ക് AVRൽ വീഡിയോ പ്രോസസ്സിംഗ് ഉണ്ടെന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ സാധാരണ ഒരു TV കാണുന്ന കണ്ടൻ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ഓഡിയോ പ്ലസ് വീഡിയോ അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ AVR വെക്കാറ്. AVRന് നമുക്ക് പെൻഡ്രൈവ് കുത്തി അതിൽ നിന്ന് മൂവി കാണാനുള്ളൊരു ക്യാപ്പബിലിറ്റി അതിനില്ല. കാരണം അതൊരു പ്രോസസ്സ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടിംഗ് യൂണിറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓഡിയോ വേണമെങ്കിൽ നമുക്ക് പെൻഡ്രൈവ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് അങ്ങനെ എന്തെങ്കിലും ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. ബട്ട് നമുക്ക് വീഡിയോ നമുക്ക് കണ്ടൻറ്റ് കാണണമെങ്കിൽ നമ്മൾ വേറൊരു സെപ്പറേറ്റ് സോഴ്സ് കൊടുക്കണം. ആ സോഴ്സിന് വേണ്ടിയിട്ടാണ് മീഡിയ പ്ലെയർ എന്ന് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് നമുക്ക് ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമിങ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ആപ്പിൾ TV 4K എന്ന് പറയുന്നത്. ആപ്പിൾ TV ആണെങ്കിൽ നമുക്ക് OTTയിൽ വരുന്ന കണ്ടൻറ്റ്സ് എല്ലാം മാക്സിമം വീഡിയോ ഡോൾബി വിഷനും ഡോൾബി അറ്റ്മോസും എല്ലാം നമുക്ക് ആപ്പിൾ TV നിന്ന് ലഭിക്കുന്നുണ്ട്. അതും ഒരു ഫ്രാക്ഷൻ ഓഫ് കോസ്റ്റ്. ലൈക്ക് ഒരു സാധാരണ നമ്മൾ ആൻഡ്രോയിഡ് എക്സ്റ്റേണൽ സോഴ്സ് കൊടുക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് കൊടുക്കുന്നതിനേക്കാളും ഫ്രാക്ഷൻ ഓഫ് എ കോസ്റ്റാണ് ആപ്പിൾ TV വരുന്നത്. വരുമ്പോൾ കസ്റ്റമേഴ്സിന് മനസ്സിലാവും, അതായത് നമുക്കൊരു സ്റ്റെപ്പ് കയറി ചെന്ന് നമ്മൾ എങ്ങനെയാണോ ഒരു റിയൽ മൂവി തിയേറ്റർ കാണുന്നത് ആ ഒരു തിയേറ്ററിൻ്റെ എഫക്റ്റ് തന്നെയായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു JBL സിന്തസിൻ്റെ ഡെമോ നിങ്ങൾക്ക് കാണണമെന്ന് ആ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളാണ് ഈ JB ക്ലൈമാക്സ് സിനിമാസാണ് ഈ JBL സിന്തസിസിൻ്റെ കേരളത്തിലെ എക്സ്ക്ലൂസീവ് ഡീലർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത കൂടി ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എനിക്ക് നമ്മുടെ ടീം ക്ലൈമാക്സ് അതിയായ സന്തോഷമുണ്ട്.